ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. അയ്യോ മണി 11. നീ നോക്കി ചുരിദാറും കൊണ്ട് വാടാ. എങ്ങോട്ടാ ഈ ഓട്ടോ? പഠിക്കുന്ന കുട്ടിയുടെ ചുരിദാർ കൊടുക്കാൻ വന്നാ സാറേ. അതെന്താ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ കൊച്ചു ചുരിദാർ ഇടാതെയാണോ? അതല്ല ചേട്ടാ, ഇവിടെ പഠിക്കുന്ന ശില്പ എന്ന് പറഞ്ഞ കുട്ടിയുടെ ചുരിദാറാ ഇത്. അവൾ എടുക്കാൻ മറന്നുപോയി. ഈ ചുരിദാറിട്ട് അവൾക്ക് ഇന്ന് ഇവിടെ ഡാൻസ് ഉള്ളതാ. ഞങ്ങൾ എടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. ഓ, നേരെ പോയി വലത്തോട്ട് തിരിഞ്ഞ് ആ കാണുന്നതാണ് ഓടിച്ചോളി. ഈ വണ്ടി എന്നെടുത്ത് മാറ്റിട്ട് പോടാ. ഇവന്മാരൊക്കെ എവിടുന്ന് വരുന്നടാ കുറ്റിയും പറിച്ച്? വെടിക്കെട്ട് പീസുകളുടെ ഐറ്റം സ്റ്റേജിന്റെ ഫ്രണ്ടിൽ പോകോ. ഇതാണ് ക്യാമറ. ഇതിലേ പോയാ മതി. അവിടെ ശില്പ എന്ന് പറഞ്ഞ കുട്ടിയുണ്ടോ? എക്കണോമിക്സിലാണോ? ഒരു പാസ്റ്റർ മോളാ. ആ കുട്ടിക്ക് ചുരിദാർ കൊടുക്കാൻ ഒന്ന് വന്ന് കാണിച്ചു തരൂ. ആ മനസ്സിലായി, വിളിക്കാം. നീ ഇവിടെ നിക്ക്, ഞാൻ ഇവരൊന്ന് റൂം കാണിച്ചിട്ട് വരാം. ശരി. എന്റെ പള്ളി. ശില്പേ, എന്താ? നിന്നെ 3 ചെറുക്കന്മാരെ വിളിക്കുന്നു. സോറി, വരുന്ന വഴി ഉറങ്ങിപ്പോയി. ഞങ്ങള് 3 പേരും ചുരിദാർ എടുത്തു. നിക്കർ. എന്താ ഇത്? പാൻസ് എവിടെ? പെട്ടെന്ന് ഇതിവിടെ എത്തിക്കാനുള്ള ധൃതി കൊണ്ട് പാന്റ് ഇടാൻ പറ്റിയില്ലെന്നേ. മോനെ, എടാ ഞാൻ അവളോട് പറയാൻ പോവാ. ഇഷ്ടം ആരോട് ഇഷ്ടാന്ന് പറയാൻ പോണു? എന്റെ കടയിൽ വരാറില്ലേ ആ പെടിനോട്? അങ്ങനെ തോന്നലുണ്ടെങ്കിൽ വൈകണ്ട, ഒന്ന് പറഞ്ഞു നോക്ക്. പിന്നെ ഒരു കാര്യം, അവൾ ഇഷ്ടമല്ലെന്നെങ്ങാനും പറഞ്ഞ കരഞ്ഞോണ്ട് പിടിച്ചോണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. കരയാനോ? ഞാനോ? എന്റെ പട്ടി കരയും. ഓ, ഇവൻ ആ പൊറോട്ടത്തിന്റെ കാര്യം ഇഷ്ടമെന്ന് പറയാൻ പോകുന്നു. ഒറ്റയ്ക്ക് പോയാ മതി. അന്ന് അവളുടെ വീട് തപ്പി പോയിട്ട് ഏറ് കിട്ടിയത് ഓർമ്മയുണ്ടല്ലോ. ഇനി ഭാഗ്യം പരീക്ഷിക്കാൻ ഞാനില്ല. എടാ മറ്റവനെ ഇപ്പൊ പോകുന്ന കാര്യമല്ല പറയുന്നേ. പിന്നെ ഇനി അവളെ കാണുമ്പോ ഞാൻ പറയും എനിക്ക് തന്നെ ഇഷ്ടമാണ്. മിടുക്കൻ, അത് പറഞ്ഞു കുഴപ്പമില്ല. പക്ഷെ നീ നിന്റെ അവിഞ്ഞ ലുക്ക് ഒന്ന് മാറ്റണം. എടാ, അവള് നിന്നെ കയ്യിൽ കൊടുത്തല്ലേ കണ്ടിട്ടുള്ളൂ, അതും പൊടിയും കറയും പിടിച്ചിട്ട്. നിന്റെ യഥാർത്ഥ സൗന്ദര്യം അവള് തിരിച്ചറിയണം. അല്ല, അങ്ങനെയൊന്നും ഇല്ലെങ്കിലും ലുക്കിലാണ് കാര്യം. അതുകൊണ്ടല്ലേ ഞാൻ എപ്പോഴും കൂളിംഗ് ഗ്ലാസ് വെച്ച് നടക്കുന്നത്. നീ കുറച്ച് ഷർട്ട്, ജീൻസ്, ഷൂ, കൂളിംഗ് ഗ്ലാസ്, മനസ്സിലായ? നിന്റെ സൗന്ദര്യം കണ്ട് അവള് ഞെട്ടണം.
ചേട്ടാ ആ ഓട്ടോയില് പോയി പെണ്ണല്ലേ അവൾ എന്നാ ചോദിച്ചേ? ഞാനേ 500 പറഞ്ഞപ്പോ അവൾക്ക് 1000 വേണമെന്ന്. ഞാൻ 100 ഒക്കെ ഇച്ചിരി പോണ ആളാ. പിന്നല്ലേ വന്നു മോനെ പടാ ചവിട്ടി പൊളിക്കണ്ട വരുവാ. വന്നു ഇത് പൊളിക്കൂ. നല്ല പൂസാണല്ലോ. ശരിക്കും കേട്ടിട്ടുണ്ടല്ലേ? എങ്ങനെ ഇവിടെ എത്തി? കയ്യില് 10ന്റെ കാശ് ഒന്ന് അപ്പ തീർത്തോണം. മേടിച്ച് കൂട്ടിയല്ലോ. അതെ, പുതിയ ഷർട്ട്, പുതിയ ജീൻസ്, പുതിയ ചെരുപ്പ്, ഷൂ എല്ലാം മേടിച്ചളിയാ. ചെത്ത് പയ്യനാവണ്ടേ? പിന്നെ അതേ കുപ്പിയും അതിൽ പകുതി ഞാൻ തീർത്തു, പകുതി നിങ്ങൾക്കുള്ളതാ. ടച്ചിങ്സ് മേടിച്ചില്ലേ? സന്തോഷം. വന്ന ആഘോഷമാണല്ലോ അളിയാ. അതെ, എനിക്ക് മണ്ടത്തരം പറ്റി, അതിന്റെ ആഘോഷ. മണ്ടത്തരും തെളിച്ചു പറടാ. പറയാം, എന്നാ പറ. പറയാമേ. ഞാൻ സ്നേഹിച്ച എന്റെ കാമുകി അവളുടെ മുമ്പിൽ ലുക്ക് വേണ്ടേ? വേണ്ടേ? വേണം. അവളുടെ സ്നേഹം കിട്ടാൻ 3000 രൂപയുടെ സാധനങ്ങൾ, പാന്റ്, ഷർട്ട്, ഷഡ്ഡി എല്ലാം, ഇതെല്ലാം മേടിച്ചു കഴിഞ്ഞപ്പോഴാ അളിയ ഞാൻ അറിയുന്നേ അവളുടെ കൂടെ ഒരു രാത്രി കിടക്കാൻ വെറും 1000 രൂപ ഉള്ളൂന്നേ. എന്റെ 3000 ഞാനാരായി? ഞാനാരായി? മണ്ടൻ, അരമണ്ടൻ. അതിന്റെ ആഘോഷളിയത്. നീ എന്നെ പറയുന്നേ സത്യമാണോ? തെളിയാ അവള് ളിയാ, അവളെ അല്ലേ ഞാൻ സ്നേഹിച്ച മഹാൻ. നീ പറയുന്ന ഉള്ളതാണ്. പിന്നല്ലാതെ 1000 രൂപ പറഞ്ഞവരുടെ കൂടെ അവള് ഓട്ടോ കയറുമ്പോ ഞാൻ കണ്ടോണ്ട് കണ്ടതാണ്. പോട്ടടാ, ഇതിലിപ്പോ ഇത്ര ഫീൽ ചെയ്യാനുള്ള കാര്യമൊന്നുമില്ല. ഇയാള് തമ്മിൽ പ്രേമൊന്നും ഇല്ലായിരുന്നല്ലോ. വല്ലപ്പോഴും ഒന്ന് ചിരിച്ചു കാണിക്കും, നമ്മളൊന്ന് മുട്ടു നോക്കി, അത്രേ ഉള്ളൂ. പിടിച്ചു കിടത്തടാ. പിടിച്ചു പിടിച്ചു. ആകെ നാശകോടാലിയാക്കി. ഇതിനാണ് പിള്ളേർ ചെറുപ്പം തൊട്ടേ ലൈൻ അടിച്ചും പൊട്ടിച്ചും വളരണമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരെണ്ണം പൊട്ടുമ്പോഴേക്കും വെള്ളവടിയായി, ആത്മഹത്യയായി. അല്ല ഇനി എന്ത് ചെയ്യും? എന്ത് കുറെ ദിവസം ഇങ്ങനെ പോവും, കഴിയുമ്പോ തന്നെ ലെവലായിക്കോളൂ. ഇത് ഇപ്പോഴെങ്കിലും അറിഞ്ഞാ നന്നായി. അതെ, 1000 രൂപ കിട്ടുന്ന സാധനത്തിന് 3000 മുടക്കിട്ട് വന്ന മണ്ടൻ. അല്ല, അവൻ നേരം വിളിപ്പിച്ചു, നമുക്ക് വിളിപ്പിക്കണ്ടേ? ഒഴിച്ചുണ്ടോ? ആളാവൂ. കലാസ്നേഹികളെ, ഇത് പ്രണയിച്ച ഒരു പാവം പൊറോട്ട അടിക്കാരന്റെ കഥന കഥ. കഥയുടെ പേര് വെടിമരുന്ന് മടുക്കുന്ന പൊറോട്ട.